ഒരു സ്മൈൽ കറക്ഷൻ വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ എങ്ങനെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഈ സ്മൈൽ കറക്ഷൻ എന്നുള്ളത് ഒരു വലിയ ഒരു വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. പക്ഷേ ഇതിൽ ചെറിയ ഒന്ന് രണ്ട് ടിപ്പുകളൊക്കെ അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവും ഇത് നമുക്ക് ആവശ്യമുള്ളതാണോ അല്ലയോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് ചിരിയിൽ അത്ര ഹാപ്പി അല്ല എന്ന് തോന്നുന്നത് എന്നൊക്കെ. പേഷ്യൻസ് ഡോക്ടേഴ്സിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യുന്നത് എനിക്ക് കോൺഫിഡന്റ് അല്ല ചിരിക്കുമ്പോൾ, എനിക്ക് എന്താണെന്നറിയില്ല, ചിരി അത്ര ഭംഗിയുണ്ടെന്ന് തോന്നണില്ല എന്ന് പറയും. ചില സമയത്ത് എന്ത് പറ്റും, ഡോക്ടേഴ്സും ഇത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യില്ല. ഈ ഐഡന്റിഫൈ ചെയ്യാത്ത ഒരു കാര്യമാണ് ഞാൻ പറയാൻ വരുന്നത്. അതാണ് ഈ സ്മൈൽ ആർക്ക് എന്ന് പറയുന്നത്. നമ്മൾ ചിരിക്കുമ്പോൾ മുമ്പിലുള്ള നിരയിലുള്ള പല്ലുകൾ അതിന്റെ എഡ്ജസ് ഫോം ചെയ്യുന്ന ഒരു കർവേച്ചർ ഉണ്ട്. അത് ഭംഗിയുള്ള ഒരു സ്മൈലിൽ മിക്കവാറും നമ്മുടെ ലോവർ ലിപ്പിന്റെ ഒരു നാച്ചുറൽ കർവേച്ചറുമായിട്ട് പാരലൽ ആയിരിക്കും. ഈ പ്രൊപ്പോർഷണാലിറ്റി അല്ലെങ്കിൽ ഈ പാരലലിസം ആണ് നമുക്ക് മേജർ ആയിട്ട് നമ്മൾ ഒരു സ്മൈലിനെ അസസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. ഈ ഒരു കർവേച്ചറിന്റെ പാരലലിസം ഇല്ലാന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ആ പാരലലിസം കുറവാണെങ്കിലോ, അത് ഫ്ലാറ്റ് ആണെങ്കിലോ, റിവേഴ്സ് ആണെങ്കിലോ നമുക്ക് ചിലപ്പോൾ സ്മൈൽ ഭംഗിയില്ല എന്ന് തോന്നിയേക്കാം. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് സ്മൈൽ കറക്ഷൻ ആവശ്യമായിട്ട് വന്നേക്കാം. നിങ്ങൾക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഈ സ്മൈൽ ആർക്കിന്റെ കറക്ഷൻ തന്നെ ക്യാൻ ഇംപ്രൂവ് യുവർ സ്മൈൽ. മിക്ക പേഷ്യൻസിനും ഇത് കൃത്യമായിട്ട് ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയണമെന്നില്ല. അവർ ചിലപ്പം എൻ്റെ സ്മൈൽ അത്ര പോരാ എന്ന് മാത്രമാണ് പറയാറുണ്ടാവുക. കാരണം ചിലപ്പോൾ അവർക്ക് കോൺഫിഡൻസിന്റെ കാര്യം മാത്രമേ പറയാൻ കാണുള്ളൂ. എന്തുകൊണ്ടാണ് എനിക്കിത് മോശമായിട്ടുള്ളത് എന്ന് പറയാൻ ചിലപ്പം അറിയില്ലായിരിക്കും.